KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് ഇന്ന് സ്ഥാനമേൽക്കും. രാവിലെ 9:30 KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് ചുമതലയേൽക്കൽ ചടങ്ങ് നടക്കുക. KC വേണുഗോപാൽ MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്ഥാനമൊഴിയുന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 1970-കളിൽ KSUവിലൂടെയാണ് സണ്ണി ജോസഫ് എന്ന തൊടുപുഴക്കാരൻ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്തു വെക്കുന്നത്. കോഴിക്കോട് ലോ കോളേജിലെ LLB പഠനത്തിന് പിന്നാലെ സണ്ണി ജോസഫിന്റെ രാഷ്ട്രീയ തട്ടകം കണ്ണൂരായി. കോൺഗ്രസിന്റെ കേരളത്തിലെ ശക്തമായ ശബ്ദങ്ങളിലൊന്നായി അദ്ദേഹം മാറി. BJP ക്രൈസ്തവ സ്വാധീനമുയർത്താൻ ശ്രമിക്കുമ്പോൾ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വേണമെന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ക്രൈസ്തവ സഭകളുമായുള്ള അടുപ്പം സണ്ണി ജോസഫിന്റെ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി. K സുധാകരന് ശേഷവും കണ്ണൂരിൽ നിന്ന് തന്നെ അധ്യക്ഷൻ വേണ്ടെന്ന് ഒരു വിഭാഗം നേതാക്കൾ നിലപാടെടുത്തെങ്കിലും സഭാബന്ധത്തിനു മുന്നിൽ അത് അപ്രസക്തമായി. അധ്യക്ഷമാറ്റത്തിന് സാധ്യതയെന്ന വാർത്തകൾ വന്നു തുടങ്ങിയപ്പോഴേ സഭാ നേതൃത്വം സണ്ണി ജോസഫിനെ പരിഗണിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസിന് മുന്നിൽ വച്ചിരുന്നു. ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ശേഷം കോൺഗ്രസ് നേതൃത്വത്തിൽ ക്രൈസ്തവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്. അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൻ മാറുകയാണെങ്കിൽ പകരം സണ്ണി ജോസഫ് വരണമെന്ന നിർദ്ദേശം K സുധാകരനും ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിരുന്നു. ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്തുമ്പോൾ തന്നെ കോൺഗ്രസിനെ ഗ്രൂപ്പുകൾക്കതീതമായി നയിക്കുകയാണ് സണ്ണി ജോസഫിന് മുന്നിലെ പ്രധാന ദൗത്യം. അതെത്രത്തോളം വിജയിക്കുമെന്നതിന്റെ ആദ്യ ഉരകല്ലാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.